അപ്പൊ ഈ സിദ്ധികളൊക്കെ സത്യം പറഞ്ഞ വഴിയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. വഴിയിൽ മാർഗത്തിൽ കിട്ടുന്ന സിദ്ധികളിലൊന്നും നമ്മൾ വലിച്ചു വയ്ക്കാറ്. അതൊക്കെ വഴിയിൽ കാണാം. വഴിയോരക്കാഴ്ചകളിലൊന്നും ശ്രദ്ധ ചിന്നിപ്പോകാതെ ചിതറിപ്പോകാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇതിലൊക്കെ വൈരാഗ്യം വരണം. ഈ സിദ്ധികളിലൊക്കെ ഇതിലൊക്കെയാണ് ഈ ആകാശഗമനം സർപ്പങ്ങളത്വം അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഊഴിയിലില്ലാത്തതൊക്കെ പറയുന്നത്. അതൊന്നും നമുക്ക് വേണ്ടാത്തോണ്ടാണ് ഞാൻ പറയാം. ഇതിന്റെ ഒരു ലിസ്റ്റ് തരണോ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഇതൊന്നും നമുക്ക് സിദ്ധികളല്ല പ്രധാനം. ആ സിദ്ധികളിലെല്ലാം വൈരാഗ്യം എന്ന കൈവല്യം, അതാണ് അവസാനത്തെ കൈവല്യപാദം. ഈ കൈവല്യപാദം കൈവല്യപാദം എന്ന് പറഞ്ഞാൽ കൈവല്യത്തിന് നിങ്ങൾ എങ്ങനെയാ വാക്കുകൊണ്ട് പറയാം? ആചാരവർത്തന്നെ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അവിടെ വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത പ്യോർ മൗനത്തിൻ്റെതായ ഒരു ഭൂമികയിൽ ഞാൻ പറഞ്ഞ മൗനം സഞ്ചിച്ച് ഇടയ്ക്ക് ഇങ്ങോട്ട് വരഞ്ഞു വരുന്നത് നമുക്ക് ഒരു ദൗത്യം ഉണ്ടാകുമ്പോൾ മാത്രം. ആ മൗനത്തിന്റെ ഭൂമികയിൽ നമ്മൾ 24 മണിക്കൂർ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂർ ഒരു സുഖമാസനത്തിൽ 3 മണിക്കൂറല്ല 24 മണിക്കൂർ ഇരിക്കാൻ കഴിയുന്ന ഞാൻ പറയാം. 24 മണിക്കൂർ നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. സുഖാസനത്തിൽ ഇരുന്ന് ഈ മനനം ഇത് വ്യത്യാസം ഇത് പറ്റും, മനുഷ്യന് പറ്റും. അങ്ങനെ തന്നെ ആ മൗനത്തിലിരിക്കുന്ന സമയത്ത് ഈ മൗനം ഒരു രത്നമാണ്. ഈ രത്നത്തിനെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ 1-2 കഥകളിൽ കൂടെ അത് സൂചിപ്പിക്കാം. കഥകളിൽ കൂടെ അങ്ങനെ കഥകളിൽ കൂടെ അല്ലാതെ ഇത് പറയാൻ പറ്റിയതുകൊണ്ട് ബുദ്ധൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആനന്ദം ജലത്തിൽ ചോദിച്ചു. ബുദ്ധനോട് ചോദിച്ചു, സമാധി എന്ന് പറഞ്ഞാൽ നിർവാണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവില്ല. ബുദ്ധൻ നിശബ്ദം, മൗനം. പിന്നെയും ചോദിച്ചു. ആളപ്പാട് ആനന്ദിന് വിഷമായി. ആനന്ദം പറഞ്ഞു, മഹാത്മാവായിട്ടുള്ള ബുദ്ധൻ സ്വന്തമായിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചിട്ട് അങ്ങ് എന്താണ് എനിക്ക് ഉത്തരം തരാത്തത്? ഞാൻ അങ്ങയുടെ സ്വന്തം എത്ര ഇഷ്ടപ്പെട്ട ശിഷ്യനല്ലേ, എന്താ ഒരു ഉത്തരം പറയാത്തത്? അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, ഞാൻ നിനക്ക് ഉത്തരം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നീ അത് ഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? മൗനമാണ് ഉത്തരം. കൈവല്യം മൗനത്തിലേ ഉള്ളൂ. വാക്കിനതീതമായ മൗനമല്ലേ കൈവല്യാവസ്ഥയിൽ ഒരാൾക്ക് സംസാരമൊന്നും ഇല്ല, പിന്നെ അവിടെ ഇരിപ്പന്നെ ഉള്ളൂ, മുനിയാണ്. മൗനത്തിന്റെ ഭംഗി, ആ ബ്യൂട്ടി അറിഞ്ഞവനെ ശബ്ദത്തിന്റെ ബ്യൂട്ടി, നാദത്തിന്റെ ബ്യൂട്ടി അറിയുള്ളൂ. മ്യൂസിക്കിന്റെ ബ്യൂട്ടി അറിയണമെങ്കിൽ ആദ്യം സൈലൻസിന്റെ ബ്യൂട്ടി അറിയണം. ഒരു കുട്ടി പാടുന്നത്, ജോസാറിന്റെ മോള് പാടുന്ന കുട്ടിയാണ്, നല്ല പാടുന്ന കുട്ടിയാണ്. ഒരു കുട്ടി പാടുന്നത് അറിയണമെങ്കിൽ ആദ്യം മൗനത്തിന്റെ ബ്യൂട്ടി അറിഞ്ഞാലേ ആ കുട്ടി ഉണ്ടാക്കുന്ന നാദത്തിന്റെ ബ്യൂട്ടി നമ്മൾ അറിയുള്ളൂ. അതാണ് മ്യൂസിക്കിന്റെ ഇത്. ആ മൗനത്തിന്റെ ബ്യൂട്ടി, ആ കോൺസെൻട്രേഷനോടുകൂടി ആ മൗനം അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്ന് വരുന്ന ആ ചെറിയ നാദത്തിന്റെ കമ്പനം പോലും നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അത് നാദത്തെക്കുറിച്ചുള്ള അറിവാണ്, ആ മൗനത്തെക്കുറിച്ചുള്ള അറിവ്. അതാണ്. അതുപോലെ വേറെ ഒരു ബുദ്ധന്റെ വേറൊരു കഥ. ഒരു മുദ്ഗലൻ എന്ന് പറഞ്ഞൊരു ശിഷ്യൻ 500 ഫോളോവേഴ്സിനെ കൊണ്ടുവന്നു. ഞാൻ സംഘത്തിലേക്ക് 500 ആളെ ചേർത്തുകൊണ്ട് വോട്ട് ചേർക്കണ മാതിരിയാണല്ലോ സംഘത്തിലെ ആളെ കൊടുക്കുന്നത്. 500 ആളെ കൊടുത്തു. നമ്മളിപ്പോ ഏതാണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ ആൾക്കാര് 500 ആളെ കൊണ്ടുവന്നപ്പോ എല്ലാവരും കൂടി. അപ്പൊ ബുദ്ധൻ ഇരുന്ന് ഇങ്ങനെ ധ്യാനം ചെയ്യണോടത്ത് ഈ ശബ്ദം ദൂരത്തുനിന്ന് ഇങ്ങനെ കേട്ടു. അപ്പൊ ചോദിച്ചു, എന്താണ് അവിടെ? സമുദ്രത്തിലെ മത്സ്യത്തിന്റെ ഒരു വലിയ ചാകര പോലത്തെ ഒന്ന് കിട്ടിയാൽ ഒരു ബഹളം ഉണ്ടാവും അവിടെ. അതുപോലത്തെ ഒരു ഒച്ച എന്താ അവിടെ കേൾക്കുന്നത് ചോദിച്ചു. ജനങ്ങളും പക്ഷികളും ഒക്കെ കൂടി വാവാൻ ശബ്ദം ഉണ്ടാക്കില്ലേ, കാക്കയും ഒക്കെ കൂടിയിട്ട് മത്സ്യങ്ങൾ വലിയ ചാകര, എന്താ അവിടെ ഒച്ച? അപ്പൊ പറഞ്ഞു, അത് മുദ്ഗലൻ 500 ആളെ സംഘത്തിൽ ചേർക്കാൻ കുറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ 500 ആളെ അടുത്ത കാലത്തൊന്നും ഈ ആരാമത്തിന്റെ ഉള്ളിലേക്ക് കടക്കണ്ട, പുറത്തിരിക്കാ മതി. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണ ബുദ്ധൻ ഭിക്ഷുക്കൾ പോലും അതുപോലെ ആയിപ്പോകും. മനസ്സിലായ? അവിടുന്ന് ഇങ്ങോട്ട് നന്നാക്കാൻ പറഞ്ഞാൽ ഇവിടെ ഒരു കൂടി അങ്ങനെയാവുള്ളൂ. അതാണ് ബുദ്ധൻ പറഞ്ഞത്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് തൽക്കാലം കൊണ്ടുണ്ടാവും. ഇതുപോലെ തന്നെ വേറൊരു അജാതശത്രു ബുദ്ധനെ കാണാൻ വന്നു. ആ മാന്തോപ്പില് ബുദ്ധൻ ധ്യാനത്തിലിരിക്കുന്നത്. എത്രയോ 10-15,000 ആൾക്കാരും ബുദ്ധനും കൂടി ധ്യാനത്തിലിരിക്കുകയാണ്. അവിടേക്ക് അജാതശത്രു കാണാൻ വരികയാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലിരിക്കണ മഹാനാണ്,
അവിടെ ശിഷ്യന്മാരോട് അദ്ദേഹം ടീച്ചിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ. അടുത്തിങ്ങനെ എത്താറായിട്ട് ഒരൊച്ച കേൾക്കാനില്ല. നിശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു പൊടി എല്ല വീഴണ ശബ്ദമില്ല. അപ്പൊ അജാതശത്രു ചോദിച്ചു, എന്താ ഗുരു എന്നോട് നുണ പറഞ്ഞതാണോ? എന്നെ ഇവിടേക്ക് വല്ല ഈ രാജാക്കന്മാരാകുമ്പോ അത് സംശയം അതാ പോവുക, എന്നെ വല്ല ശത്രുക്കളുടെ അടുത്തേക്ക് പിടിക്കാൻ തുടങ്ങുന്നതാണോ? എന്താ ഗുരു ഇങ്ങനൊരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് ഒരൊച്ചയും കേൾക്കാനില്ലല്ലോ. കേൾക്കുന്നപ്പോണ്ട് ഇങ്ങനെ നിശബ്ദമായിട്ട് ഒരാളിരിക്കുന്നു. 10,000-15,000 ആള് നിശബ്ദമായിട്ട് മൗനമുദ്രിതമായ ഒരു അന്തരീക്ഷം. അതോടുകൂടി അജാതശത്രുവിന് പിന്നെ ഒരു സംശയം ഉണ്ടായില്ല എന്നാണ്. അതായത് ഗുരോർ മൗനം ആഖ്യാതം ശിഷ്യ ഛിന്ന സംശയ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഗുരുവിൻ്റെ മൗനം തന്നെയാണ് കൈവല്യത്തിൻ്റെ വ്യാഖ്യാനം. അതിലും ഇതൊരു സംശയം മാറ്റാൻ വേറെ ഒരു സാധനമില്ല. ഇനി ചെറിയതാണെങ്കിലും ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ ഇത് കൈവല്യം പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അമൂല്യതയെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കടൽ കാണുന്നു. കടലിൻ്റെ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സംഘർഷമാണല്ലേ. തിരയും കടലും കൂടി ഇങ്ങനെ ശബ്ദം, ഭയങ്കര അടിശബ്ദം, സംഘർഷത്തിൻ്റെ ശബ്ദം, ഭയങ്കര ഗർജിക്കാൻ അടിച്ചു. നമ്മളന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താ കാണുക? ആ സാഗര ഗർജനം കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കാം. പക്ഷെ അവിടെ കാണുന്ന സാധനങ്ങൾ അമൂല്യങ്ങളായ വസ്തുക്കളൊന്നും ആയിരിക്കില്ല. വല്ല ആൾക്കാർ വലിച്ചെറിഞ്ഞത് കിടന്ന് തിരിച്ചു വരുന്നു അല്ലേ? ആൾക്കാർ കടലിൽ കൊണ്ടിട്ടത് ആ ബോംബെയിലൊക്കെ കടത്തേസി എന്നാണ് അപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. അതേമാതിരി കുറേ ചപ്പ് ചവറ് വൈക്കൊഴിക്കുമ്പോൾ ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞുകൂടി കിടക്കും. ഇതാണ് നമുക്ക് കാണുക. അല്ലെങ്കിൽ ചക്ക ജീവികൾ വന്ന് അടിഞ്ഞുകൂടി കിടക്കും. ആഴക്കടലിലേക്കൊക്കെ നോക്കുക. നമ്മൾ ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള കരയും കടലും കൂടി അടി കൂടണ ആ സംഘർഷത്തിൻ്റെ ഗർജനത്തിൽ നമ്മൾ ആഴക്കടലിലേക്കൊന്ന് പോവുകയാണ്. ഡീപ്പാണ് അത്. അവിടെ ആഴക്കടലിൻ്റെ മൗനമാണ്, ഡീപ്പായ ഒരു മൗനമാണ്, ഒരനക്കൽ ശബ്ദമില്ല. പക്ഷെ നിങ്ങൾ അവിടെ തപ്പിയാലാണ് നിങ്ങൾക്ക് ഏറ്റവും അമൂല്യമായ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് മുത്ത് കിട്ടുക. രത്നങ്ങളും മുത്തുമൊക്കെ കടലിൻ്റെ അഗാധമായ മൗനമുറഞ്ഞു കൂടിയ അഗാധ ഗർഭത്തിലാണ്, പുറത്തെ സൂപ്പർഫിഷ്യലായിട്ടുള്ള സംഘർഷത്തിലല്ല കിട്ടുക. സാഗര ഗർജനം നടക്കുന്ന സ്ഥലത്തല്ല, സാഗരത്തിൻ്റെ മൗനമുള്ള ആഴമേറിയ ഭാഗത്താണ് നിങ്ങൾ മുത്തുകൾക്ക് വേണ്ടിയിട്ട്, അമൂല്യമായ മുത്തുകൾക്ക് വേണ്ടിയിട്ട് അറിയുന്നത്. എൻ്റെ വീട്ടിൽ ഒരു ശംഖുണ്ട്. ഈ ശംഖ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏതോ പൂർവികർ ഏതോ ക്ഷേത്രത്തിൽ ഈ കഴക്കാരൻ എന്തോ ആയിരുന്നു എന്നാ പറയുന്നത്. പൂരകത്തമ്മ തിരുവടി ആ ക്ഷേത്രത്തിൽ എന്തോ പണ്ട് കാലത്ത് അവിടെ നിന്നൊക്കെ അവർ പലായനം ചെയ്ത് തന്നെ കാലം കുറയും. പക്ഷെ പലായനം ചെയ്യുമ്പോൾ ഇവർ ഈ ഒരു ശംഖ്, വലിയൊരു ശംഖ, ആ ശംഖ് ഇവർ പോണോട്ടൊക്കെ കൊണ്ടുപോയി. അത് ഇപ്പം എൻ്റെ കയ്യിലായിരിക്കുന്നു തൽക്കാലം. ഈ ശംഖ് ഒരു പക്ഷെ 1000 കൊല്ലം പഴക്കണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. വലിയ ശംഖ. അതെടുത്ത് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ ഞാൻ എൻ്റെ സൈലൻസിൻ്റെയും മൗനവും നാദും കൂടിയുള്ള എക്സ്പീരിയൻസ് എൻ്റെത് പറയുകയാണ്. ഞാൻ എൻ്റെ എങ്ങനെയാണ് അതിനെ ആ മൗനത്തിൻ്റെ ബ്യൂട്ടി ഞാൻ അറിഞ്ഞത്. ഈ ശംഖ് അവിടെ 3-4 മുള്ള ആർക്കും വേണ്ടാണ്ടത് ഇങ്ങനെ ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം. കുട്ടികളല്ലേ, ഒരു 5-8-9 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ പോയി ആരുമില്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവിടെ നിശബ്ദമാണ്. 3-4 മുള്ള പറഞ്ഞ മനുഷ്യൻ കയറില്ല, കുറെ വേണ്ടാത്ത കറകൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇത് കിടക്കുന്നത്. ഇത് എടുത്ത് പിടിച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ വെച്ച് പിടിക്കും. ആ നിശബ്ദതയിൽ അത് കേൾക്കണം കേട്ടോ. ഒരു ഓങ്കാരം കേൾക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോഴും കേൾക്കുള്ളൂ. നീറ്റായിട്ടുള്ളൊരു നാൾ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, എത്രയോ കാലം ആഴക്കടലിൽ മുങ്ങി തപസ് ചെയ്തിട്ടാണ് ആ ശംഖ് അതിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ അന്തർഭാഗത്തേക്ക്, ആ സാഗര മൗനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ നാദ കമ്പനങ്ങൾ ഏറ്റുവാങ്ങിയത്. അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും വിലയേറിയ മുത്തുകൾ, ജ്ഞാനത്തിൻ്റെ മുത്ത് ജനിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലും ഉപരിയായിട്ട് എനിക്ക് കൈവല്യത്തിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ അവിടെ മൗനം മാത്രമാണ്, ശാന്തി മാത്രമാണ്. നമ്മൾ ഈ ഇത് തുടങ്ങുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും തുടങ്ങുമ്പോൾ ശക്തിയെക്കുറിച്ചാണ് പറയാറ്. മനുഷ്യന് ശക്തി ഇല്ലെങ്കിലേ എല്ലാം നേടാൻ പറ്റുള്ളൂ. അവസാനം പക്ഷേ എപ്പോഴും ശാന്തിയെക്കുറിച്ച് 4 വരി പാടാതെ നമ്മൾ ഒരു സാധനം നിർത്താൻ പാടില്ല. ഈ മൗനത്തിൻ്റെ ശാന്തിക്ക് ഇങ്ങനെ സാഗര ഗർജനത്തിൽ നിന്ന് നമ്മൾ പ്രസംഗമൊക്കെ ഗർജന
ഭയങ്കര സാഗരത്തിന്റെ മൗനകൃഷി ആ മുത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ശാന്തിയെ പറ്റി 4 വരി പാടിയിട്ട് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ. താങ്ക് യു.